കുഞ്ഞിച്ച മിനസ ഞാനും മിഷിൻ്റെ എപ്പിസോഡ് 10ൻ്റെ മലയാളം മാൻ ഹൂ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് ഞാനും മിഷിൻ്റെ മറ്റു 2 കിടിലൻ ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീട്ടിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. കഴിഞ്ഞ വീഡിയോടത്ത് നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നു, അത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിച്ചു. സോ എല്ലാവർക്കും റിയലി ബിഗ് താങ്ക്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സിന് സ്പെഷ്യലുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ നേരത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഞാനും മിഷൻ എല്ലാ ദിവസവും വൈകുന്നേരം കൃത്യം 5 മണിക്കായിരിക്കും റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മെമ്പേഴ്സിന് കുറച്ച് മുമ്പ് കാണാനുള്ള ഒരു ചാൻസ് കൂടെയുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ അധികമൊന്നും വൈകിപ്പിക്കാതെ നമുക്ക് നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഇവനോട്ടെ മുഖിയതിന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ അവനത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ മുഖയും ഒരേപോലെ തന്നെ ഞെട്ടിത്തിരിച്ചിരിക്കുവാണ്. ആ ഒരു അറ്റാക്കിൻ്റെ പവർ കാരണം തന്നെ അവൻ ബാഗിലേക്ക് ശരിക്ക് തെറിച്ച് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ 7 സ്റ്റാർ ടെക്നിക്ക് കൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്തത്. എന്നിട്ടും ഞാൻ ഇത്രയധികം പുഷ് ചെയ്തോ? ഇവൻ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും സ്ട്രോങ്ങർ ആണല്ലോ. പക്ഷേ നിനക്ക് എങ്ങനെയാടാ ഈ സ്കിൽസൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്? ശരിയാണ്, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ നേരത്ത് അവൻ്റെ ഏജിലിറ്റി ടെക്നിക്കും നല്ല ഫാസ്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല, ആദ്യത്തെ എക്സാമിൻ്റെ സമയത്ത് അവന് പ്രോപ്പർലി ഇന്റൽ പവേഴ്സ് പോലും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാ? അത് തന്നെ മുഖിയം, നീ ശരിക്കും ഇപ്പോൾ ഞെട്ടിത്തെറിച്ചിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി നീ ഞെട്ടാൻ പോകുന്നേയുള്ളെന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡിൽ അവിടേക്ക് മുഖ്യത്തിൻ്റെ ബാക്കിയുള്ളവന്മാർ വന്നിരുന്നു. പക്ഷേ അവന്മാർ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞത് ഇവനോട്ടെ മുഖ്യത്തിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്ത് ഇവനാണ് ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം മുഖ്യമാട്ടെ ആ ഒരു അറ്റാക്ക് ഡോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് സമയത്തിന് തിരിച്ച് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അവൻ്റെ വയറ്റിലേക്ക് ആ പഞ്ച് കുത്തി ഇറക്കുന്നുണ്ട്. ഇവന് ശരിക്കും വേദനിക്കുകയും ചെയ്യും. എന്നാൽ മുഖ്യം അവിടെ കൊണ്ട് നിർത്തിയില്ല. തൊട്ടടുത്ത സെക്കൻഡ് തന്നെ തൻ്റെ സ്റ്റെൽത്തിൻ്റെ അടുത്ത ടെക്നിക്ക് യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അത് ഡോട്ട് ചെയ്ത് മാറുന്ന ഇവൻ്റെ നേരെ പെട്ടെന്നായിരുന്നു ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത്. ആ കൗണ്ടർ അറ്റാക്ക് അത്യാവശ്യം പവർഫുൾ ആയിരുന്നു. അവനെ ബാക്കിലേക്ക് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്റർണൽ പവേഴ്സ് വെച്ച് നോക്കാത്ത എനിക്ക് അവൻ്റെ പറ്റേ പോലും എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെയുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിനെ വെച്ച് നോക്കാത്ത മുഖ്യം ശരിക്കും സ്ട്രോങ്ങർ ആണ്. അത് കൂടാതെ ഇപ്പോൾ ഡിമോണിക് മാർബിളും കഴിച്ച സ്ഥിതിക്ക് അവൻ വീണ്ടും സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അറ്റാക്ക് ചെയ്യണം. അവന് എന്നെ ഒരിക്കലും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് അവൻ അപ്രത്യക്ഷനായി മുഖിയതിൻ്റെ തൊട്ട് സൈഡിൽ വന്ന് നിന്നത്. അവനിപ്പോൾ യൂസ് ചെയ്ത് ഷാഡോ അടിച്ചല്ലേ? അല്ല, അവൻ എങ്ങനെയാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് ചോദിക്കാൻ നേരത്ത് മുഖിയതിനെ അവൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് അവൻ ഡോജ് ചെയ്തിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കിക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ കിക്കിന്റെ പവർ കാരണം തന്നെ ഇവനോട്ടെ തെറിച്ച് ബാക്കിലേക്ക് വീഴുകയും ചെയ്യും. അവൻ കോഡിഫൈയുള്ള ഫൈറ്റിംഗ് ഫോംസ് ഒക്കെ പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ എന്തായാലും ഒരു ഐഡിയ പോലും ഇല്ല ഒരു എനിമിയുടെ അറ്റാക്ക് എങ്ങനെയാണ് കൗണ്ടർ ചെയ്യുന്നതെന്ന്. ഈ സമയത്ത് തന്നെ അവൻ താഴെ വീണ് കിടക്കുമായിരുന്നു. കോപ്പ്, ഞാൻ വിചാരിച്ചത് അവൻ പഞ്ച് ചെയ്യുമെന്നാണ്, പക്ഷേ കിക്ക് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, നീ എന്തായാലും ടെക്നിക്ക് യൂസ് ചെയ്തത് എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. പക്ഷേ നിനക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ലടാ. കാര്യം എനിക്ക് ഉറപ്പാണ് നിനക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. നീ ഓൾറെഡി നിന്റെ ലിമിറ്റ്സിലാണെന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇതുവരെ കോഡിഫൈയുള്ള ഫൈറ്റിംഗ് ഫോംസ് മാത്രമേ പെർഫെക്റ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് റിയൽ ലൈഫുള്ള ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ഒന്നും തന്നെയില്ല. മുഖ്യം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും. പക്ഷേ അതിന് അത്രയും വലിയ ഇവിടെ ഡിഫറൻസ് ഉണ്ടാകുമോ? നീ എങ്ങനെയാണ് ഈ ടെക്നിക്സ് ഒക്കെ പഠിച്ചതെന്ന് ഞാൻ പിന്നെ ചോദിച്ചോളാം. ആദ്യം നിന്റെ കഥ ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മൂകിയാൻ പുള്ളിക്കാരനെ മറ്റൊരു ടെക്നിക്കുമായിട്ട് അവൻ്റെ നേരെ പാഞ്ഞു വരുന്നുണ്ട്. കോപ്പ്, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞിട്ടല്ലോ എന്തുകൊണ്ട് ചെയ്യേണ്ടതെന്ന്. എക്സ്റ്റേണൽ ത്രെറ്റ് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. യൂസറിന്റെ വിഷൻ അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്ത രീതിയിലേക്ക് മാറ്റുന്നു. ഓപ്പറേറ്റിംഗ് ഡിഫൻസ് മോഡ് ത്രൂ ബാറ്റിൽ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് മൂകിയവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നിരുന്നു. പക്ഷേ പെട്ടെന്നാണ് എന്തൊക്കെ സംഭവിച്ച് ആ ഒരു അറ്റാക്ക് അവൻ നേരെ ഡോഡ് ചെയ്ത്. എന്നിട്ട് കാർട്ടി അവൻ്റെ കൈൻ്റെ ഇടയിലൂടെ നേരെ ഒരു ജാബ് ചെയ്ത് നമ്മുടെ മൂക്കിയത്തിൻ്റെ താടിയിൽ തന്നെ ഇടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഇത് കാണാൻ നേരത്ത് അവന് ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. മുഖിയുമായിട്ട് പെട്ടെന്നായിരുന്നു ബാക്കിലേക്ക് ചാടിക്കളഞ്ഞത്. കൊബ്, അവനിപ്പോൾ എന്താണ് ചെയ്തത്? അത് ടെക്നിക്ക് വല്ലതും ആണോ? അല്ല, ഇതെന്താണ് മാസ്റ്റർ? ഞാൻ ടെമ്പററി സെൽഫ് ഡിഫൻസ് ട്യൂട്ടോറിയൽ മോഡ് ഓൺ ആക്കിയിരിക്കുവാണ്. ഇത് ട്യൂട്ടോറിയൽ ബോക്സിംഗ് മോഡാണ്. ട്യൂട്ടോറിയലോ? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു ഗൈഡഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ഒപ്പോണന്റിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നോക്കിയിട്ട് 0.01 സെക്കൻഡ്സിൽ സെൽഫ് ഡിഫൻസ് മോഡ് ഓൺ ആകുന്നതായിരിക്കും. അല്ല, നീ പറയുന്ന പലതും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ പറഞ്ഞത് ഈ ടെക്നിക്കിന്റെ പേര് ബോക്സിംഗ് എന്നല്ലേ? അതെ, ഈ ബോക്സിങ്ങിന് പകരം നമുക്ക് ബട്ടർഫ്ലൈ ടെക്നിക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അനലൈസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, മാസ്റ്റർ അത് പോസിബിൾ ആണ്, എങ്കിൽ അത് പ്രൊസീഡ് ചെയ്തോളൂ. നീ പഞ്ച് ചെയ്യാനും മറ്റു ടെക്നിക്ക് പഠിച്ചിട്ടുണ്ടല്ലോ കീടമേ.
നിന്റെ കയ്യിൽ അപ്പോൾ ഇനിയും ടെക്നിക്സ് ഉണ്ടല്ലേ, കാണിച്ചു തരാം, എല്ലാം ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും മുഖിയൻ ദേഷ്യം വന്നിട്ട് അവൻ്റെ നേരെ ഓടിച്ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മുഖിയം ചെയ്യുന്ന ഓരോ അറ്റാക്കും ഇവനോട് നല്ല വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ ഒറ്റാക്ക് എവിടെയായിരിക്കും വന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്ത ഓരോ അറ്റാക്കും വളരെ സിമ്പിളായിട്ട് തന്നെ അവൻ ഡോട്ട് ചെയ്ത് മാറി. അല്ല ഇതെങ്ങനെയാണ് ഇവനെങ്ങനെയാണ് എൻ്റെ പഞ്ചസൊക്കെ ഡോട്ട് ചെയ്യുന്നത്? അത് പറഞ്ഞു തീർന്ന അടുത്ത സെക്കൻഡിൽ തന്നെ അവനൊരു പഞ്ച് ചെയ്തിരുന്നു. ആ ഒരു പഞ്ച് മുഖ്യത്തിൻ്റെ ശരീരത്തിൽ വന്ന് വീണ് അവൻ നേരെ തെറിച്ച് ബാക്കിലേക്ക് പോകുന്നുണ്ട്. പെട്ടതാണ് കുറച്ചധികം മെമ്മറീസ് അവൻ്റെ ഉള്ളിലേക്ക് വന്നത്. മുഖിയം ശരിക്കും ഞെട്ടി. മുഖിയം, നീ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം, എങ്കിലും മാത്രമേ ഹിസ് ഹോൾനെസ്, അല്ല നിന്റെ അച്ഛൻ ആ നായനെ നോക്കാതെ നിന്നെ നോക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിന്നെ കൊണ്ട് പറ്റുന്ന നീ എല്ലാം ചെയ്യണം, എന്നിട്ട് നീ ഏറ്റവും മുകളിലേക്ക് എത്തണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായമ്മന്ന് പറയുന്നിടത്ത് മുഖ്യത്തിൻ്റെ മുടിയിലാട്ടെ അവളെ കുത്തിപ്പിടിക്കുന്നുണ്ട്. നിനക്കല്ലെങ്കിൽ ഒരു കാര്യം പോലും നേരെ ചെയ്യാൻ അറിയാമല്ലേ? നീ കമ്മിഡില് വേർത്തലസ് ആണ്. നിന്നെ എന്തിനാണ് ഞാൻ ഉണ്ടാക്കിയത്? നീ വെറും വേസ്റ്റാണ്. ഇതെല്ലാം എൻ്റെ തെറ്റാണ്. നിനക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അല്ല, ഇതെങ്ങനെയാണ് എൻ്റെ തെറ്റാവുന്നത്? ഇത് നിന്റെ തെറ്റല്ലെന്ന് പറഞ്ഞിട്ട് മുഖ്യത്തിനാട്ടെ അവൻ്റെ അമ്മ കൊങ്ങക്ക് പിടിച്ച് കുത്തി നിലത്ത് ഇട്ടിരിക്കുവാണ്. കോപ്പ്, ഇത്ര സമയം ഉണ്ടായിട്ടും ഈ മെമ്മറീസൊക്കെ എന്തിനാണ് ഇപ്പോൾ വരുന്നത്? ഞാൻ തോക്കുമെന്നോ? ഇവൻ്റെ മുമ്പിൽ ഞാൻ തോക്കുമെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. നിന്നെപ്പോലുള്ള നായയുടെ ഫ്രണ്ട് ഞാൻ ഒരിക്കലും തോൽക്കത്തില്ലടാന്ന് പോരുണ്ടു. മുഖ്യം വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അത് അവൻ വളരെ സിമ്പിളായിട്ട് ഡോട്ട് ചെയ്തിട്ട് അവൻ്റെ മുഖത്തേക്ക് കയറി പിടിച്ചിട്ട് നേരെ നിലത്തേക്കെടുത്ത് ഓരോറ്റ കുത്തങ്ങോട്ട് ചെയ്യും. മുഖ്യത്തിൻ്റെ കിളിയും പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിയാൻ നേരത്ത് അവൻ പതുക്കെ മുകളിലേക്ക് പൊങ്ങി. നായെ, ഞാൻ എങ്ങനെയാണ് നിന്റെ ഫ്രണ്ടിൽ തോറ്റത്? ഞാൻ ഒരിക്കലും നിന്റെ ഫ്രണ്ടിൽ തോക്കത്തില്ലല്ലോ. നീ തന്നെ വരുത്തി വെച്ചതാണ് മുഖ്യം. അത് നീ തന്നെ അനുഭവിക്കണം. നോക്കിക്കേ, അവൻ യങ് മാസ്റ്റർ മുഖ്യത്തിനല്ലേ ഡിഫീറ്റ് ചെയ്തത്. നമ്മൾ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്താലും നമുക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞ കുറച്ച് ആഴ്ചക്ക് മുമ്പ് അവൻ ഇന്ത്യയിൽ പവേഴ്സ് പോലും ഇല്ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും? എന്താടാ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണം? വേണ്ട, എങ്കിൽ അവനടുത്ത് പോകാൻ നോക്ക്. ഞങ്ങളോട് താങ്കൾ ഓക്കെ അല്ലേ, താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് മുഖ്യത്തിൻ്റെ അടുത്തേക്ക് അവന്മാർ ഓടുന്നുണ്ട്. എനിക്ക് ആവശ്യത്തിന് സ്ട്രെങ്തും അതോറിറ്റി ഉണ്ടെന്നെങ്കിൽ എല്ലാവരും എന്നെ ഇങ്ങനെ അനുസരിക്കുവോ? എല്ലാം വിടാൻ നോക്ക്, എനിക്കറിയാം എങ്ങനെ നടക്കണമെന്ന്. പക്ഷേ ഞങ്ങളോട് നീ എന്തിനാണ് എന്നെ കൊല്ലാഞ്ഞത്? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാന്നേ ഉള്ളായിരുന്നല്ലോ. നമ്മളിപ്പോൾ ഒരുമിച്ചാണ് സെക്കൻഡ് എക്സാമിനേഷൻ മുന്നോട്ട് കൊണ്ടുവന്നത്. അതില്ലായിരുന്നെങ്കിൽ നിന്റെ തലയിപ്പോൾ രണ്ടായിട്ട് പൊട്ടി തകർന്നെന്നാ. കീടവേ, നീ ഇതുപോലത്തെ എക്സ്ക്യൂസ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇനി നീ വാതർന്ന എന്നെ ഒന്ന് ഉറപ്പായിട്ട് നീ മേടിക്കും കേട്ടാ. എങ്കിൽ കൊല്ലി, നീ എന്തെങ്കിലും ചെയ്തിട്ട് പോ. എനിക്കൊന്നുമില്ല, നീ എന്നാന്ന് വെച്ചാൽ കാണിക്കുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് ഈയൊണ്ടെ അവിടെ നിന്ന് പോകുകയും ചെയ്യും. നിക്കടാന്ന് പറഞ്ഞിട്ട് മുഖയെ കടന്ന് കാർന്നുണ്ട്. കാര്യം മുഖത്തിന് അത്രത്തോളം വലിയ രീതിയിലാണ് അവന്റെ വില്ല് ഹേർട്ടായിട്ടുള്ളത്. അത് ശരിക്കും ഡേഞ്ചറസ് ആയിരുന്നു. ഞാനും ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനിവിടെ തോറ്റെന്നാം. മറ്റാരെക്കാട്ടും വേഗത്തിൽ എനിക്ക് മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരിക്കലും എനിക്ക് കിട്ടത്തില്ല. ഈ മെമ്മറീസ് ഒക്കെ ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് പഠിച്ചെന്ന് പറഞ്ഞാലും എനിക്കൊരിക്കലും സാർ സിയോപങ്ങിന്റെ അത്ര നന്നായിട്ട് ചെല്ലാനും സാധിക്കത്തില്ല. ഞാൻ അവരുടെ ഉയരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി നല്ല ഇന്ത്യൻ പവേഴ്സും അതേപോലെ തന്നെ എക്സ്പീരിയൻസും ആവശ്യമുണ്ട്. പക്ഷേ ഞാനതൊക്കെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 സെറ്റ്സും വെറുതെ ഇരിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പഠിച്ചിട്ടുള്ള ഓരോ ടെക്നിക്കും നോളജും എനിക്ക് കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് തന്നെ വേണം. ഞാനോ? യെസ് മാസ്റ്റർ. ഞാൻ ഇതുവരെ നിന്റെ എത്രത്തോളം കേപ്പബിലിറ്റീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഞാൻ എൻ്റെ റെക്കോർഡ്സ് ചെക്ക് ചെയ്യട്ടെ. മാസ്റ്റർ, താങ്കൾ 3% മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 3%? അതെ, 100-ൽ വെറും 3 വട്ടം മാത്രം. അത്ര മാത്രമോ? അതെ മാസ്റ്റർ. അത് മാത്രമല്ല, എന്റെ ഇൻഫോർമേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാനോ മെഷീൻ ഇതുവരെ 30% മാത്രമേ ഒരു യൂസർ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം ഞാൻ എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്താലും എനിക്ക് വീണ്ടും മുന്നിലേക്ക് പോകാൻ സാധിക്കുന്നല്ലേ? അല്ല നാനോ, നിനക്കെല്ലാം ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റുമോ? തീർച്ചയായും. ജെൻ 7 നാനോ മെഷീന്റെ യൂസർ മാനുവൽ യൂസറിന്റെ ബ്രെയിനിലേക്ക് അയക്കട്ടെ. പ്രൊസീഡ് ചെയ്തോട്ടെ. അതേപോലെ തന്നെ കുറച്ച് ടെക്നിക്കൽ ടേംസും താങ്കളുടെ ബ്രെയിനിലേക്ക് അയക്കട്ടെ, താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട്. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാത്ത വാക്കുകളെ പറ്റിയല്ലേ? അതെ, ഓക്കെ, ചെയ്തോളൂ. ട്രാൻസ്ഫറിംഗ് ജെൻ 7 നാനോ മെഷീൻ യൂസർ മാനുവൽ ആൻഡ് ടെക്നിക്കൽ ടേംസ് ടു ദി യൂസർ ബ്രെയിൻ എന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് അവന്റെ തലയിലേക്ക് പെട്ടെന്ന് ഒരു കറണ്ട് പോലെ അടിക്കും. ട്രാൻസ്ഫറൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ എൻ്റെ തലേന്ന് കറങ്ങുന്നൊന്നുമില്ല. ഇതെന്തായാലും നന്നായി. ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ സെർച്ച് എന്ന് പറയുന്ന അടുത്ത സെക്കൻഡ് അവൻ്റെ ചുറ്റിനും കുറേയധികം വിൻഡോസ് ഓപ്പൺ ആയിട്ടുണ്ട്. അല്ല, എന്താണ് നീ പറയുന്നത്? ഇതെല്ലാം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നല്ലേ? റിപ്പീറ്റഡ് ബാറ്റൽ സ്റ്റിമുലേഷൻ അജ്യൂമിറ്റഡ് റിയാലിറ്റി സെറ്റിംഗ്സോ? ഇത് വെച്ചുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായും. ഇതിനുവേണ്ടി ഒരു മോഷൻ അനലൈസ് ഉള്ള ഒപ്പോണിനെ ആവശ്യമുണ്ട്. എങ്കിൽ നിനക്ക് മുഖ്യത്തിന് ചെയ്യാൻ സാധിക്കത്തില്ലേ? നേരത്തെ ഞാൻ ഫൈറ്റ് ചെയ്ത
തീർച്ചയായും. പക്ഷേ ഇവിടെ വെച്ച് എനിക്ക് റീക്രിയേറ്റ് സാധിക്കത്തില്ല. എനിക്ക് ചില കാര്യങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിലും ആ ഒരു അവതാറിനെ എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫുൾ ഇൻഫർമേഷൻ കിട്ടില്ല എങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ ചാടി വിശാലമായ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അത്യാവശ്യം ഗുഡ് സ്പോട്ട് ആയിട്ടുണ്ട്. ക്രിയേറ്റിംഗ് അജൂമിനേറ്റഡ് റിയാലിറ്റി അവതാർ ഇൻ യൂസേഴ്സ് വിഷൻ എന്ന് പറയുന്നിടത്ത് പെട്ടെന്ന് ഒരു സാധനം അവിടെ ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇതാണല്ലേ അജൂമിനേറ്റഡ് റിയാലിറ്റി അവതാർ. എനിക്ക് അവനെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അവതാറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇമ്പാക്ട് സെറ്റിംഗ്സ് എത്ര പെർസെൻറ്റേജ് വേണം ആക്കാനായിട്ട്? ഇമ്പാക്ട് സെറ്റിംഗ്സോ? അതെ, യൂസറിന്റെ നേരെ ഈ ഒരു അവതാർ അറ്റാക്ക് ചെയ്തിടത്ത് കിട്ടുന്ന അറ്റാക്സിന്റെ പവറാണ്. അല്ല, ഫുൾ പവർ കിട്ടിയില്ലെങ്കിൽ വലിയ സുഖം കാണത്തില്ലല്ലോ. താങ്കൾ പറയുന്നത് 100% ആണോ? അതെ, 100%. ആക്ടിവേറ്റിംഗ് സ്റ്റിമുലേഷൻ വിത്ത് 100%. എടോ നായേ, ഇങ്ങോട്ട് വാ. അല്ല, ഇത് സ്റ്റിമുലേഷൻ എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇവനെന്താണ് സംസാരിക്കുന്നത്? അല്ല, നന്നായി. എനിക്ക് എന്തായാലും നേരത്തെ അവൻ്റെ തലതല്ലി പൊട്ടിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പം എന്തായാലും കറക്റ്റ് ടൈമാണ്. എൻ്റെ ദേഷ്യം മുഴുവൻ എനിക്കിവിടെ തീർക്കാനായിട്ട് പറ്റുമല്ലോ. ഇതൊരു അവതാറല്ലേ. നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇവരോടെ കീടമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖിയത്തിൻ്റെ ആ ഒരു അവതാർ അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നിരുന്നു. അല്ല, ഇത് കംപ്ലീറ്റ്ലി ഒരു ആക്ച്വൽ ഫൈറ്റ് പോലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ ഡോഡ്ജ് ചെയ്ത് പറഞ്ഞിട്ട് തിരിച്ചൊരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു അവതാർ പെട്ടെന്ന് അത് ഡോഡ്ജ് ചെയ്യും. എന്നിട്ട് പറയും ചെയ്യേ, നീ എന്താണ് വിചാരിച്ചത് ഇതുപോലത്തെ അറ്റാക്സ് എൻ്റെ മേത്ത് വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു അറ്റാക്ക് നമ്മുടെ ഇവൻ്റെ മേത്ത് ചെയ്യുന്നുണ്ട്. അവനുടെ തീർച്ചയായും ബാക്കിലേക്ക് പോകുകയും ചെയ്യും. ഞാനോ, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. താങ്കളുടെ ശരീരത്തിലുള്ള ഇമ്പാക്റ്റ് കിട്ടുള്ള സ്ഥലത്തെ നാനോ മെഷീൻ താങ്കൾക്ക് വേദന എന്തെന്ന് അറിയിക്കുവാണ്. താങ്കളാണ് ഇമ്പാക്ട് പെർസെൻറ്റേജ് 100%ലേക്ക് വെച്ചത്. താങ്കൾ ഓർക്കുന്നില്ലേ? എങ്കിൽ നിനക്ക് നേരത്തെ പറയാമല്ലേ? ആ കോപ്പ് കുഴപ്പമൊന്നുമില്ല, നിനക്ക് എന്തെങ്കിലും പോവാ. ഡാ കീടമേ, നീ എന്താ തോറ്റോ? മര്യാദക്ക് വരാൻ നോക്ക്. ഇവനെ കൊണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വീണ്ടും അവനെ അറ്റാക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. നീ ഒരു അവതാറായത് നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ സമയം ഒത്തിരി കടന്നുപോയി. പിന്നെ കാണിക്കുന്നത് അവനൊട്ടെ കതച്ച് നിലത്ത് കിടക്കുന്നതാണ്. ഞാനോ സമയത്തെ 10 PM ആയിട്ടുണ്ട്. ഓ, ഇത്രയായില്ലേ? ഞാൻ ഓൾറെഡി 15 ബാറ്റിൽസ് ചെയ്തു. അതിൽ 2 എണ്ണം മാത്രമാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചത്. ആദ്യത്തെ ബാറ്റിൽ വെറും 5 ഫോംസ് കൊണ്ട് തന്നെ അവൻ എന്നെ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്തു. അടുത്തതിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു തവണ പോലും എനിക്ക് എൻ്റെ തലതല്ലി പൊട്ടിക്കാൻ പറ്റിയില്ല. ഇതൊരു അവതാരമായിട്ടാണ് ഈ ഒരു അവസ്ഥ. റിയലി ഇത് മുഖ്യമെങ്ങാനായിരുന്നെങ്കിൽ അവനായിരിക്കും ചിലപ്പോൾ എൻ്റെ തലതല്ലി പൊട്ടിക്കാനായിട്ട് പോകുന്നത്. മാസ്റ്റർ, താങ്കളുടെ എബിലിറ്റീസ് ഒക്കെ എക്സ്പീരിയൻസ് കിട്ടുന്നതിനനുസരിച്ച് മുകളിലേക്ക് പോകുന്നതായിരിക്കും. താങ്കളുടെ മൂവ്മെന്റ്സും വീണ്ടും സ്മൂത്തറായി മാറുന്നതായിരിക്കും. പക്ഷേ അത് വേണ്ട കാര്യമുണ്ടോ? ഈ അവതാറിന് റിപ്പീറ്റ് ആയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. എങ്കിൽ കൂടിയും എനിക്ക് പ്രോപ്പർലി 2 തവണ മാത്രമേ എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നീ വെയിറ്റ് ചെയ്യ്. ഒരാഴ്ച കൊണ്ട് ഞാൻ നിന്റെ മുഖിയത്തിൻ്റെ അവതാറിനെ ഡിഫീറ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ കാണിക്കുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ആ ഒരു ഡോർമെട്രിയാണ്. അല്ല, എൻ്റെ റൂമിൽ എവിടെയാണെന്ന് പറഞ്ഞിട്ട് അവനകത്തേക്ക് കയറി വരുന്നിടത്ത് ഒരു വീടുള്ള അറ്റ്മോസ്ഫിയർ അവന് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒരു യങ് മാസ്റ്ററിനെ ഞാൻ ഡിഫീറ്റ് ചെയ്തേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ ബാക്കിയുള്ളവരെല്ലാവരും എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ശരിക്കും മാറിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നായിരുന്നു അവനവിടേക്ക് ഓടി വന്നത്. താങ്കളുടെ ബെഡല്ലേ താങ്കൾ നോക്കിയെടുക്കണത്? അത് ഈ വഴിയാണ്. ആ വഴിയാണോ? അല്ല, അവനെന്താണ് ഈ കാണിക്കുന്നത്? അവനല്ല വട്ടായോ? നീ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയല്ലോ. നീ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇനി എന്തായാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എൻ്റെ എല്ലാം തന്നെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. മുഖിയും എന്തായാലും എന്നെ അബാൻഡൻ ചെയ്ത് കഴിഞ്ഞു. ഞാനിനി എന്ത് ചെയ്യാനാണ്? എൻ്റെ ലൈഫ് ടെക്നിക്കലി ഓവറായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഗ്യാമ്പിൾ തന്നെയാണ്. പ്ലീസ് സ്റ്റുഡൻറ് 23 അല്ല ഹിയോബങ്, ഞാൻ താങ്കളെ സെർവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.